രണ്ടാമത്തെ തിയറമാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ തിയറത്തിൽ എന്താണ് പറയുന്നത്? എക്സ് ഫോളോസ് പി വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. Then the quadratic forms x dash ax and x dash bx are independent if and only if the product of the matrices A and B, that is AB, equal to 0. ഈ ക്വാഡ്രാറ്റിക് ഫോംസിലെ സിമെട്രിക് മെട്രിസസ് ഉണ്ടല്ലോ, എയും ബിയും, അതിൻ്റെ പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ മാത്രമേ ഈ ക്വാഡ്രാറ്റിക് ഫോംസ് ഇൻഡിപെൻഡൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പം നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോംസിനെ Q1 എന്നും Q2 എന്നും വിളിക്കും. അപ്പം എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇപ്പം എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ആണ്. എക്സ് വൈ എന്ന് പറയുന്ന ഒരു റാൻഡം വെക്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ x and y are independent if and only if the joint characteristic function is the product of the marginal characteristic functions. ഓക്കെ, ഇത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസിൽ കണ്ടിട്ടുള്ളതാണ്. എക്സ് വൈയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെങ്കിലുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണിത്. അപ്പം ഈ ഒരു Q1ൻ്റെയും Q2ൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഒന്നിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് കൺസിഡർ ചെയ്യാം. അപ്പം എക്സ് എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ ആണെങ്കിൽ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ തന്നെ നമ്മൾ തിയറം 1ൻ്റെ പ്രൂഫിൽ കണ്ടുപിടിച്ചതാണ് എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരിക. ഡിറ്റർമിനന്റ് I - 2i t1a all raised to -1/2. സോ Q1 Q2ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മൾ കാണാൻ പോവാണ്. അപ്പം എന്താ കിട്ടേണ്ടത്? Q1 Q2ൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5Q1 of T1 into 5Q2 of T2 എന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? Q1ഉം Q2ഉം ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ്. ഓക്കെ, അപ്പം അത് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ജോയിൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കാണാനായിട്ടുള്ള മെത്തേഡ്. അപ്പം നമുക്കിനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇത് നമുക്ക് Q1ഉം Q2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ എഴുതാലോ. ഇനി നമുക്ക് എക്സ് ട്രാൻസ്പോസ് ലെഫ്റ്റ് സൈഡിലേക്കും എക്സ് റൈറ്റ് സൈഡിലേക്കുമായി കോമൺ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതെങ്ങനെ എഴുതാം? സോ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫോമിൽ വരും അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ എക്സ് ട്രാൻസ്പോസ് T1a + T2b എക്സ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ മെട്രിക്സ് T1a + T2b എന്നുള്ളൊരു ഫോമിലായിട്ടാണ് വന്നത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് 5Q1 of T1 എങ്ങനെയാണ് കിട്ടിയത്? ഡിറ്റർമിനന്റ് I - 2i T1 a raised to -1/2. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ T1 എക്സ് ട്രാൻസ്പോസ് AX. ഓക്കെ, അപ്പം നമുക്ക് ആ T1ന് പകരം ഇവിടെയുള്ള T എന്ന് പറയുന്നത് 1 ആണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ എക്സ്പെക്ടേഷൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഫോമിൽ നമ്മുടെ ആൻസർ വരും. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് I - 2i ഇൻറ്റു T1a + T2b. അതായത് ആ മെട്രിക്സ് എക്ക് പകരം T1a + T2b. ഓക്കെ, T1ന് പകരം എന്താണ്? 1 ആണ് കൺസിഡർ ചെയ്യുക, റേസ് ടു -1/2. ഓക്കെ, അപ്പം നമുക്ക് 5Q1 Q2 of T1 T2ൻ്റെ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് 5Q1 T1 ഇൻറ്റു 5Q2 T2 കണ്ടുപിടിക്കണം. അത് ഈക്വൽ ആവുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കണം. സോ നമ്മൾ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാലോ. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ ഉള്ളിൽ അത് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. സോ നമ്മൾ ഡിറ്റർമിനൻ്റ് പവറും കോമൺ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് എടുക്കാം. രണ്ട് മെട്രിസസ് ആണ് അല്ലേ, I - 2i T1aയും I - 2i T2bയും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഉള്ളിലെ മെട്രിസസിൻ്റെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു ഫോമിലാണ് വരിക.
ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെഴുതാം. സോ ഒന്നുകൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഏത് ഫോമിലാണ് വരിക? ഓക്കെ, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആകും. ഓക്കെ, 4i² t1 t2 ab ആണ് ലാസ്റ്റ് ടൈം. അവിടെ ഐ സ്ക്വയർ -1 ആകും. അപ്പോൾ അവിടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നോക്കുക, നമ്മൾ എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 5q1 q2 ഓഫ് t1 t2 എന്തിന് ഇക്വലൻ്റ് ആണ്? 5q1 t1 ഇൻറ്റു 5q2 t2ന് ഇക്വലൻ്റ് ആണെങ്കിൽ q1ഉം q2ഉം ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ q1ഉം q2ഉം ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന 2 ഇക്വേഷൻസും ഈക്വൽ ആയേ പറ്റുള്ളൂ. ഓക്കെ, അത് ഈക്വൽ ആകണമെങ്കിൽ എന്താണ് അവിടുത്തെ കണ്ടീഷൻ? തേർഡ് ടേം, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ്റെ തേർഡ് ടേം 4i² t1 t2 ab 0 ആകണം. അത് 0 ആയെങ്കിൽ മാത്രമേ ഈ ലാസ്റ്റ് 2 ലൈനിലെ റൈറ്റ് സൈഡിലെ ടേംസ് ഈക്വൽ ആകത്തുള്ളൂ. ശരിയാണല്ലോ? അപ്പോൾ അത് 0 ആകാൻ, അതായത് 4i² t1 t2 ab 0 ആകണമെങ്കിൽ എന്തേ നിവൃത്തിയുള്ളൂ? t1ഉം t2ഉം 0 ആകാൻ പറ്റില്ല. 4 0 അല്ല, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ദെൻ ab ഷുഡ് ബി 0. ഓക്കെ, സോ എപ്പോഴാണ് ഇത് ഇക്വലൻ്റ് ആകുന്നത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ab ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ പ്രൂഫ്. ഇതായിരുന്നു നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്, അത് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം. ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ് അടുത്തത്. അപ്പം നിങ്ങൾക്ക് നോട്ടിൽ അത് അടുത്ത തിയറമായിട്ടാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് കൊറോളറിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ ആണ്, വേർ ഡിസ്പെർഷൻ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ സിഗ്മ. ദെൻ ദീസ് ക്വാഡ്രാറ്റിക് ഫോംസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സിഗ്മ ബി ഈക്വൽ ടു 0. അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല, നമുക്കിവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രൂഫുകളിലൊക്കെ കണ്ട പോലെ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് പി നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓർത്തോഗണൽ മെട്രിക്സ് അല്ല, നോൺ സിംഗുലർ മെട്രിക്സ് പി. സോ ജസ്റ്റ് എ നോൺ സിംഗുലർ മെട്രിക്സ് പി സച്ച് ദാറ്റ് പി ട്രാൻസ്പോസ് സിഗ്മ പി ഈക്വൽ ടു ഐ പി. സിഗ്മ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാവുന്നത്. സോ സിഗ്മ എന്താണ്? പി, പി ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ്. Then we consider the transformation y equal to p transpose x. അതായത് x equal to p transpose inverse y or p inverse transpose y. സോ നമുക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസ് എന്താകും എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് വരിക? വൈയുടെ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ വെക്ടർ പി ഡാഷ് മ്യൂ ആണ്. മ്യൂ 0 ആയതുകൊണ്ട് 0 ആകും. ദെൻ ഡിസ്പെർഷൻ മെട്രിക്സ് പി ഡാഷ് സിഗ്മ പി ആണ്. അതാണ് നമ്മൾ ഐ പി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് ഐ. ഓക്കെ, സോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസ് എങ്ങനെയായി മാറി? എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നത് വൈ ട്രാൻസ്പോസ് പി ഇൻവേഴ്സ് എ പി ഇൻവേഴ്സ് ട്രാൻസ്പോസ് വൈ ആൻഡ് സിമിലർലി എക്സ് ട്രാൻസ്പോസ് ബി എക്സ് എന്തായി? വൈ ട്രാൻസ്പോസ് പി ഇൻവേഴ്സ് ബി പി ഇൻവേഴ്സ് ട്രാൻസ്പോസ് വൈ. ശരിയാണല്ലോ? അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് നോർമൽ വിത്ത് പാരാമീറ്റർ 0 ആൻഡ് സിഗ്മ ആയിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ y നമ്മൾ കൺസിഡർ ചെയ്തു, y p ട്രാൻസ്പോസ് x such that p is a non-singular matrix and p transpose sigma p equal to ip. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ പി 0 ഐ ആയി. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസിനെ പുതിയൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റി അല്ലേ?
അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് കിട്ടിയ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് ശ്രദ്ധിക്കുക. സോ ഈ അണ്ടർലൈൻഡ് ഫോംസിനെ ഞാൻ Q1 ആൻഡ് Q2 എന്ന് വിളിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ Q1 എന്താണ്? Y ട്രാൻസ്പോസ് P ഇൻവേഴ്സ് A, P ഇൻവേഴ്സ് ട്രാൻസ്പോസ് Y. അപ്പോൾ Q1 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ സിമെട്രിക് മെട്രിക്സ് ഏതാണ്? P ഇൻവേഴ്സ് A, P ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ Q2വിൻ്റെ സിമെട്രിക് മെട്രിക്സ് എന്താണ്? P ഇൻവേഴ്സ് B, P ഇൻവേഴ്സ് ട്രാൻസ്പോസ്. അപ്പം നമുക്കറിയാം Y എന്ന് പറയുന്ന ഒരു വെക്ടർ P വേരിയേറ്റ് നോർമൽ വിത്ത് പാരാമീറ്റേഴ്സ് 0യും Iയും ആണെങ്കിൽ, ഡിസ്പെർഷൻ മെട്രിക്സ് IP ആണെങ്കിൽ, ആ രണ്ട് ക്വാഡ്രാറ്റിക് ഫോംസ് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്താണ്? അതിൻ്റെ റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നേരത്തെ നമ്മൾ കണ്ടു AB 0 ആണ്. അപ്പം ഇവിടെ ABക്ക് പകരം എന്താണ് വരിക? എയുടെ സ്ഥാനത്ത് P ഇൻവേഴ്സ് A, P ഇൻവേഴ്സ് ട്രാൻസ്പോസും, ബിയുടെ സ്ഥാനത്ത് P ഇൻവേഴ്സ് B, P ഇൻവേഴ്സ് ട്രാൻസ്പോസും. അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് 0 ആകണം. അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് 0 ആകാനുള്ള കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഈ Q1ഉം Q2ഉം ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? X ട്രാൻസ്പോസ് A Xും X ട്രാൻസ്പോസ് B Xും ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് ഈക്വലൻ്റ് ആണ്. അപ്പം നമുക്ക് ഇതെന്താണ് വരുന്നതെന്ന് കണ്ടാൽ മതി. സോ നമുക്കിതിനെ ഈ ഒരു ഫോമിൽ എഴുതാമല്ലോ. അതായത് P ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു P ഇൻവേഴ്സിനെ എങ്ങനെ എഴുതാം? P ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് എന്നെഴുതാം. ശരിയാണല്ലോ? ഹോൾ ഇൻവേഴ്സ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അവിടെ ആ ഒരു ഫോമിലാണ് വരിക. P' എന്ന് പറയുന്നത് P' ആകും. ഓക്കെ, അപ്പോൾ P' ഓൾ ഇൻവേഴ്സ് എന്താണ്? സിഗ്മ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളത് കണ്ടിരുന്നു. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ടേമിനെ പ്രീ മൾട്ടിപ്ലൈ ദ ടേം വിത്ത് P ആൻഡ് പോസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് P'. എന്താണ് നമുക്ക് കിട്ടുക? സോ ഈ ഒരു ചേഞ്ച് കൊടുത്തു, പ്രീ മൾട്ടിപ്ലൈങ് വിത്ത് P ആൻഡ് പോസ്റ്റ് മൾട്ടിപ്ലൈങ് വിത്ത് P ട്രാൻസ്പോസ്. അപ്പോൾ ഇത് നിങ്ങൾ ചേഞ്ച് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 0യെ പ്രീ മൾട്ടിപ്ലൈ വിത്ത് P ആൻഡ് പോസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് P ട്രാൻസ്പോസ്. എന്താണ്? അത് 0 ആയിട്ട് തന്നെ തുടരും. അപ്പം ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമുക്ക് ആ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അത് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അവിടെ വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ P ഇൻറ്റു P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? I ആണ് ഒബ്വിയസ്ലി. അതേപോലെ P ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഇൻറ്റു P ട്രാൻസ്പോസ് എന്താണ്? P ഇൻറ്റു P ഇൻവേഴ്സ് ട്രാൻസ്പോസ് എന്താണ്? I തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ എന്തായി മാറും? If and only if A sigma B equal to 0. ഓക്കെ, അപ്പം Q1 Q2 ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ A sigma B 0 ആയേ തീരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ അപ്പം ഈ ഒരു തിയറത്തിലും അതിൻ്റെ കൊറോളറിയിലും നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് പാർട്ട് സെപ്പറേറ്റ് കണ്ടിട്ടില്ല. ആദ്യം നമ്മൾ നമ്മുടെ എക്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൾട്ടിവേരിയേറ്റ് നോർമൽ ആയിരുന്നപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടു. ആ ഒരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം കൊറോളറിയിൽ നമ്മൾ Y എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഓക്കെ, ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ ആണ്. അവിടെ നമ്മൾ അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തു. ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ പുതിയ രണ്ട് ക്വാഡ്രാറ്റിക് ഫോംസ് കണ്ടുപിടിച്ചു. അതിൻ്റെ കറസ്പോണ്ടിങ് റാൻഡം വെക്ടർ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ അത് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഒറിജിനൽ തിയറത്തിൽ നിന്ന് അറിയാം. അത് വെച്ച് ഫോളോ ചെയ്ത് പ്രൊസീജിയറിലാണ് നമുക്ക് A sigma B 0 ആണെന്ന് കിട്ടുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.